കാക്കനാട് DLF ഫ്ളാറ്റിൽ 300-ലധികം പേർക്ക് ഛർദിയും വയറിളക്കവും. കുടിവെള്ളത്തിൽ ബാക്ടീരിയ സാന്നിധ്യമെന്ന സംശയം. ആരോഗ്യ പ്രശ്നമുണ്ടായത് വെള്ളത്തിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. കാക്കനാട് DLF ഫ്ളാറ്റിലെ 340 പേർ രോഗാവസ്ഥയിലാണ്. വയറിളക്കവും ഛർദിയും കാരണം നിരവധി പേർ ചികിത്സ തേടി. കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മെയ് മാസത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ നടത്തിയ പരിശോധനയിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും അസോസിയേഷൻ വേണ്ട നടപടിയെടുത്തില്ല എന്നാണ് താമസക്കാരുടെ ആരോപണം. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിലും 35 അപ്പാർട്ട്മെൻറ്റ് എഫക്റ്റഡാണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ എഫക്റ്റഡാണ്. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആരോഗ്യ പ്രശ്നമുണ്ടായതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ്. ആരോഗ്യ വകുപ്പിന്റെ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവർ, രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു സാമ്പിൾ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. കിണർ, വാട്ടർ അതോറിറ്റി എന്നിങ്ങനെ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നത്. ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സോഴ്സിൽ നിന്നും സാമ്പിൾ എടുത്തുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. Long discussion with the health department yesterday. They have spent more than 3 hours with us. They have gone around our facilities. They have seen all our pumping stations, cleaning stations, our water treatment plants. They have taken samples, and today they have come again to take samples. We'll continue to do this till we are absolutely clear that we have no contamination. നഗരസഭാ അധികൃതരും MLA ഉമാ തോമസും ഫ്ളാറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ജില്ലാ കളക്ടർ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി.